ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ ഓർഗൻസ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ലീവിന് ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിതുപോലെ ക്ലോത്ത് 4ആയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 20 ഇഞ്ചാണ്. ഇനി അതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ 15 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു സ്ലീവിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്തായിട്ട് എടുക്കുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ 15 ഇഞ്ചസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ലൈനാക്കി മാറ്റാം. ഇനി ഈ തുണിയൊന്ന് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെഡ് പിൻ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഓർഗൻസ ഫാബ്രിക് നമ്മൾ വിചാരിച്ചെടുത്ത് പെട്ടെന്ന് നിൽക്കണമെന്നില്ല. നമ്മൾ അതിനകത്ത് വരയ്ക്കുമ്പോഴത്തേക്കൊക്കെ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഹെഡ് പിൻ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈനിൽ ആം ഹോളിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു അളവ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ റൗണ്ട് നമുക്ക് 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് കുറച്ചിട്ട് 10.5 ഇഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി താഴത്തോട്ട് 3 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ലൈനാക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിനകത്താണ് നമ്മൾ ആ ഒരു ആം ഹോൾ റൗണ്ടിൻ്റെ 11 ഇഞ്ച് എന്നുള്ള അളവ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നേർപകുതി എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യുക. 5.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ആം ഹോൾ വരയ്ക്കുമ്പോൾ ആദ്യത്തെ പകുതി പുറത്തോട്ടും രണ്ടാമത്തെ പകുതി വരുന്നിടത്ത് അകത്തോട്ടും വളഞ്ഞിട്ടാണ് നമ്മൾ അത് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് 5.5 ഇഞ്ചിൽ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കാം. ഇനി ഇതുപോലെ സ്ലീവിൻ്റെ സ്കെയിലാണ്, അത് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു സാധാരണ സ്ലീവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് എന്ത് മാറ്റം വരുത്തിയിട്ട് നമുക്കതൊരു ട്രെൻഡി സ്ലീവാക്കി മാറ്റിയെടുക്കാം. അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ, ഈ സ്ലീവിന് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിന് പഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് സിമ്പിളായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പഫിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിൽ നിന്നും തൊട്ട് താഴത്തേക്ക് ഇതുപോലെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡിൽ നമുക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 മാർക്കിലൂടെ നമുക്ക് ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൽ വരുന്ന മാർക്കിംഗ് അത് ഈ ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഈ ഒരു അളവിൻ്റെ ആളുടെ സ്ലീവ് റൗണ്ട്, ആ ഒരു ഭാഗത്ത് വരുന്ന സ്ലീവ് റൗണ്ട് എത്രയാണെന്നുള്ള ആ അളവ് നോക്കിയിട്ട് അത് നമ്മളവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് 6 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കും. അത് നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ 6 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത്. അതുപോലെ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള ഈ ഒരു ഭാഗത്താണ്. ഇവിടെ 15 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിൽ നിന്നും ചരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊന്ന് ചരിച്ചിട്ടാണ് അവിടെ വരച്ചു കൊടുക്കേണ്ടത്.
ഇപ്പോൾ നമുക്ക് സ്ലീവ് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. താഴെ ഭാഗത്ത് നല്ല വീതിയായിട്ടും മുകളിലോട്ട് ആം ഹോളിലോട്ട് ചേർത്ത് വരച്ചേക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൽ ഈ ഒരു ലൈൻ വരുന്നിടത്താണ് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നത്. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ആം ഹോൾ കഴിഞ്ഞിട്ട് നമ്മൾ 1/2 ഇഞ്ച് അവിടെ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അത് സീം അലവൻസിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് അവിടെ നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് കർവ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് കർവാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതോടെ നമുക്ക് ആ സ്ലീവിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു ബോ പോലെ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്ററിൽ, അതായത് ആ ഒരു ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തിൻ്റെ സെൻറ്ററിൽ നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, താഴെ 1 ഇഞ്ചും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 4.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ സ്ലീവിൻ്റെ സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ലീവൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇത് വരച്ചെടുക്കുന്നത്. താഴെ 1 ഇഞ്ച് എടുത്തത് അത് 3/4 ഇഞ്ചായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവിടെ ഒരു മാറ്റം വരുത്താവുന്നതാണ്. എനിക്ക് തോന്നുന്നത് 1 ഇഞ്ചിനേക്കാളും കുറച്ചും കൂടെ 3/4 ഇഞ്ചിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 പീസേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ 2 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു സ്ലീവിന് വേണ്ടിയിട്ട് 2 പീസ് വരുന്നുണ്ട്. അപ്പോൾ 2 സ്ലീവിനും കൂടെ 4 പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നീളത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ സ്ലീവിന് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പടി പോലെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലാസ്റ്റിക് ഈ ഒരു വീതിക്കുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നേരത്തെ കാണിച്ച ആ ഒരു പടി ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും മടക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 12 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. നമ്മൾ ഈ ഒരു പടി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിലൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഇതിൻ്റെ 2 സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് 2 സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡും പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലീറ്റൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെയാണ് ആ ബോ വെച്ച് തയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് തയ്ക്കുന്നതെന്ന് നോക്കാം. ബോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണിത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ അറ്റം മുതൽ അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ.
അറ്റം മുതൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അകമ്പുറം മറിച്ചിട്ട് ദാ ഇതുപോലെ എടുക്കാം. ഇതിപ്പോൾ അകമ്പുറം മറിച്ച് വെച്ചിട്ടുള്ള ഒരു പീസാണ്. അതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സെൻറ്റർ അടയാളപ്പെടുത്തിയതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഈ ഭാഗത്തേക്കുള്ളത് തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് ഈ ഭാഗത്തേക്കും കൊടുക്കുക. ഇപ്പം നമ്മളിത് സെൻറ്ററിൻ്റെ രണ്ട് ഭാഗത്തേക്കായിട്ടാണ് കുത്തിയിട്ടുള്ളത്. ഈ പിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 അല്ലെങ്കിൽ 1.25 ഇഞ്ച് മാത്രം വീതി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ 2 റൗണ്ടായിട്ട് അതൊന്ന് മറിച്ചെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഈ ഒരു സ്ലീവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബോയുടെ ഈ 2 അറ്റത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 2 ഭാഗത്തേക്ക് ഇങ്ങനെ വലിക്കാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു റൗണ്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വലിച്ച് അവസാനം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ആ ബോ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ബോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് ആ ഒരു ഡ്രസ്സിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അറ്റത്തു നിന്നാണ് തയ്ച്ച് തുടങ്ങുന്നത്. ഒരു 4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ബോയ്ക്ക് സെൻറ്ററിലായിട്ട് ഞാനൊരു സിൽവറിൻ്റെ ഒരു ചെറിയ ലേസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന വർക്ക് മൊത്തം സിൽവറാണ്. അപ്പോൾ അതിനകത്ത് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്.